ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, ജൂലൈ മാസം 3-ാം തീയതി വ്യാഴം, വിശുദ്ധ തോമസ് അപ്പോസ്തലന്റെ തിരുനാൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെ വചനങ്ങൾ. ഇന്ന് ഭാരതത്തിൻ്റെ അപ്പോസ്തലനും സന്ദേഹിയെങ്കിലും ധീരനുമായിരുന്ന വിശുദ്ധ തോമസ് അപ്പോസ്തലന്റെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. വിശുദ്ധ തോമസ് അപ്പോസ്തലനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അവൻ്റെ സന്ദേഹമാണ്. ഞാൻ അവൻ്റെ കൈകളിൽ ആണിയുടെ പാടുകൾ കാണുകയും എൻ്റെ വിരൽ ആ ആണിപ്പാടുകളിൽ ഇടുകയും എൻ്റെ കൈ അവൻ്റെ വിലാപ്പുറത്ത് ഇടുകയും ചെയ്തില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുകയില്ല. എന്നാൽ തോമാശ്ലീഹായുടെ ജീവിതം വെറും സംശയത്തിൻ്റെ ഒരു നിമിഷം മാത്രമായിരുന്നില്ല. അവൻ ധീരതയുടെയും ആത്മാർത്ഥതയുടെയും വിശ്വാസത്തിൻ്റെയും ഒരു വലിയ മാതൃകയായിരുന്നു. മറ്റ് ശിഷ്യന്മാർ ഭയന്ന് വിറച്ചിരുന്നപ്പോഴും ധൈര്യശാലിയായി പുറത്തു പോകുവാൻ തോമസിനെ പ്രേരിപ്പിച്ച ആ ശക്തിയെക്കുറിച്ച് ഇന്ന് നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ വായുടെ പശ്ചാത്തലം ഇതാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഭയം കാരണം ശിഷ്യന്മാർ വാതിലുകൾ അടച്ച് ഒരിടത്ത് കൂടിയിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഈ സുപ്രധാന നിമിഷത്തിൽ തോമസ് അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് തോമസ് അപ്പോൾ അവിടെ ഇല്ലാതിരുന്നത്? ഭയന്ന് വാതിലുകൾ അടച്ചിരുന്ന മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി തോമസ് എവിടെയോ പുറത്തു പോയിരിക്കുകയായിരുന്നു. ഇത് തോമസിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന സവിശേഷതയിലേക്ക് വിരൽ ചൂണ്ടും. ഒന്നാമതായി, ധീരതയുടെ തോമസ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം ഓർക്കുക. ലാസറിനെ ഉയർപ്പിക്കുവാൻ യേശു യൂദയായിലേക്ക് പോകുവാൻ തീരുമാനിച്ചപ്പോൾ ശിഷ്യന്മാർ ഭയന്നു. യൂദയായിൽ വെച്ച് യേശുവിനെ കല്ലെറിയാൻ ശ്രമിച്ചത് അവർ ഓർത്തു. അവിടെ പോയാൽ തങ്ങൾ കൊല്ലപ്പെടുമെന്ന് അവർ ഭയന്നു. ആ സമയത്ത് തോമസ് അപ്പോസ്തലൻ പറയുന്നു, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. ഈ വാക്കുകൾ തോമസിന്റെ ഹൃദയത്തിലെ അചഞ്ചലമായ ധീരത വെളിപ്പെടുത്തുന്നു. യേശുവിനോടുള്ള അവന്റെ സ്നേഹം മരണഭയത്തെ അതിലംഘിച്ചു. മറ്റുള്ളവർ ഭയന്ന് ഒതുങ്ങിക്കൂടിയപ്പോൾ തോമസ് സാഹസത്തിന് തയ്യാറായിരുന്നു. അതുപോലെ തന്നെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ ഭയന്ന് വാതിലുകൾ അടച്ചിരുന്നപ്പോൾ തോമസ് എവിടെയോ പുറത്തുപോയി. ഒരുപക്ഷെ ആഹാരം തേടിയോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ആകാം. എന്നാൽ ഭയം അവനെ തടഞ്ഞില്ല. അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാൻ അവൻ ആഗ്രഹിച്ചു. അവൻ ഭയത്തെ മറികടന്ന് പുറത്തിറങ്ങാൻ ധൈര്യം കാണിച്ചു. രണ്ടാമതായി, ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും തോമസ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ തോമസ് വിശ്വസിച്ചില്ല. ഞാൻ കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ തുറന്നു പറഞ്ഞു. ഈ സംശയം അവിശ്വാസത്തിൽ നിന്ന് ഉണ്ടായിരുന്നതല്ല, മറിച്ച് ആത്മാർത്ഥമായ സ്നേഹത്തിൽ നിന്നായിരുന്നു. യേശുവിനെ ശരിക്കും നഷ്ടപ്പെട്ടുവോ എന്ന ദുഃഖം അവനെ അലട്ടി. അവൻ്റെ വിശ്വാസം അത്രയ്ക്ക് ആഴമേറിയതായിരുന്നതിനാൽ കേട്ട് കേൾവിയിലൂടെ അവന് തൃപ്തി വന്നു. അവൻ്റെ മനസ്സ് ചോദിച്ചു, അങ്ങനെ സംഭവിക്കുമോ? എങ്കിൽ എനിക്ക് നേരിട്ട് കാണാം, അനുഭവിക്കണം. 8 ദിവസങ്ങൾക്ക് ശേഷം യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തോമസ് ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്നു. യേശു നേരിട്ട് തോമസിനോട് ചോദിച്ചു, നിന്റെ വിരൽ ഇവിടെ വയ്ക്കുക, നിന്റെ കൈ എൻ്റെ വിലാപ്പുറത്തിടുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും. തോമസ് മറുപടി പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ ഏറ്റുപറച്ചിൽ സുവിശേഷങ്ങളിലെ ഏറ്റവും മനോഹരമായ വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്. അവൻ്റെ സംശയം ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് അവനെ നയിച്ചു. മൂന്നാമതായി, ഭയത്തെ അതിജീവിച്ച് മിഷനറി പ്രവർത്തനത്തിലേക്ക്. തോമസിന്റെ സംശയം നീങ്ങിയപ്പോൾ അവൻ ഭയത്തെ പൂർണ്ണമായും അതിജീവിച്ചു. ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് കേൾക്കാത്ത ദിക്കുകളിലേക്ക് സുവിശേഷം എത്തിക്കാൻ അവൻ ധൈര്യം കാണിച്ചു. യേശുവിന്റെ വാക്കുകൾ അവനെ ശക്തിപ്പെടുത്തി. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ,
ഈ ഭാഗ്യം പിന്നീട് അവന്റെ ജീവിതത്തിന്റെ നിയോഗമായി മാറി. വിശ്വാസത്തിന്റെ ആത്മാർത്ഥമായ തിരച്ചിൽ അവനെ ഇന്ത്യയിലേക്ക് നയിച്ചു. അവിടെ അനേകം പ്രതിബന്ധങ്ങളെയും കഷ്ടപ്പാടുകളെയും അവൻ നേരിട്ടു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തോമസ് അപ്പസ്തോലൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ഭയന്ന് ഒതുങ്ങിക്കൂടാതെ പുറത്തിറങ്ങാൻ ധൈര്യം കാണിക്കുക. നമ്മുടെ വിശ്വാസം വെല്ലുവിളിക്കപ്പെടുമ്പോൾ വാതിലുകൾ അടച്ചിട്ട് ഒളിച്ചിരിക്കാതെ ലോകത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് ധൈര്യം വേണം. രണ്ടാമതായി, ആത്മാർത്ഥമായ സംശയം വിശ്വാസത്തിന്റെ ശത്രുവല്ല, മറിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വഴിയാണ്. ആത്മാർത്ഥമായ ചോദ്യങ്ങൾ ചോദിക്കാൻ നാം ഭയപ്പെടരുത്. അത് നമ്മെ ആഴമേറിയ വിശ്വാസത്തിലേക്ക് നയിക്കും. മൂന്നാമതായി, ഓരോ സംശയ നിമിഷവും ഒരു പുനരുത്ഥാന അനുഭവത്തിനുള്ള അവസരമാണ്. തോമസിനെ പോലെ ക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിച്ചറിയുമ്പോൾ സംശയങ്ങൾ നീങ്ങുകയും നാം ധീരരായ പ്രേക്ഷിതരായി മാറുകയും ചെയ്യും. വിശുദ്ധ തോമസ് അപ്പോസ്തലനെ പോലെ സംശയങ്ങളെ വിശ്വാസത്തിലേക്കും ഭയത്തെ ധീരതയിലേക്കും രൂപാന്തരപ്പെടുത്തുവാൻ അവന്റെ മധ്യസ്ഥതയാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.